ഹലോ എവരി വൺ, വെൽക്കം ടു ശ്രീരംഗം ബ്ലോഗ്സ്. നമ്മൾ മലയാളികൾ ഒരിക്കലെങ്കിലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. തൃശ്ശൂരിലെ ഒല്ലൂരിനടുത്തുള്ള തൈക്കാട്ടുശ്ശേരിയിലെ വൈദ്യരത്നം ആയുർവേദ മ്യൂസിയം. ഇത് ആയുർവേദത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള കേരളത്തിലെ എന്നല്ല, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ആയുർവേദ മ്യൂസിയമാണ്. കേരളത്തിലെ ആയുർവേദ രംഗത്തെ പ്രമുഖരായ അഷ്ടവൈദ്യൻ തൈക്കാട്ടുമൂസ് വൈദ്യരത്നം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിച്ച് പരിപാലിക്കുന്ന ഈ മ്യൂസിയത്തിന്റെ വിശേഷങ്ങളിലേക്ക്. മെയിൻ റോഡിന്റെ അരികിൽ തന്നെയായിട്ടാണ് മ്യൂസിയം. ഇവിടെ റോഡിൽ നിന്ന് നോക്കിയാൽ മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കെട്ടിടം കാണാം. ഇവിടെ ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുന്നാണ് എൻട്രൻസ് പാസ് എടുക്കേണ്ടത്. അതിന് എൻട്രൻസ് പാസ് എടുത്ത് ഇനി മ്യൂസിയത്തിനകത്തോട്ട് കയറാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് മ്യൂസിയത്തിന്റെ സമയം. തിങ്കളാഴ്ച അവധിയാണ്. വലിയ പടിപ്പുര കടന്ന് ഉള്ളിലോട്ട് കടക്കുമ്പോൾ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച വലിയ ഒരു ഇരുനില കെട്ടിടം ഇവിടെ കാണാം. മ്യൂസിയത്തിന്റെ എൻട്രൻസിലായി ഇവിടെ ആദിശങ്കരാചാര്യരുടെ വലിയൊരു പ്രതിമ കാണാം. ആയിരത്തി 1941 വൈദ്യരത്നം ഔഷധശാല രൂപം കൊണ്ട അതേ കെട്ടിടത്തിലാണ് ഈ മ്യൂസിയം. ആയുർവേദ ചികിത്സാ രംഗത്തെ അതിപ്രഗത്ഭനും വൈദ്യരത്നം ഔഷധശാലയുടെ സ്ഥാപകനുമായ അഷ്ടവൈദ്യൻ E.T. നീലകണ്ഠൻ ആദരസൂചകമായിട്ടാണ് രാജ്യത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ മ്യൂസിയം. വലിയ പൂമുഖവും ചാരുപടികളും മുഖമണ്ഡപവും കൽത്തൂണുകളുമൊക്കെയായി കേരളത്തിന്റെ പരമ്പരാഗത വാസ്തു തനിമ എടുത്തു കാണിക്കുന്ന ഈ ഒരു കെട്ടിടം തന്നെ 100 വർഷത്തിലധികം പഴക്കമുണ്ട്. പ്രധാന വാതിലിന് മുൻവശത്തായി ആയുർവേദത്തിന്റെയും ഔഷധത്തിന്റെയും ദേവനായ ധന്വന്തിരിയുടെ വലിയൊരു പ്രതിമ കാണാം. ഈ മ്യൂസിയത്തിന് തറക്കല്ലിട്ടത് 2005 ഏപ്രിൽ 12 മാതാ അമൃതാനന്ദമയിയാണ്. മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഈ ഇരുനില കെട്ടിടത്തിന് പുറമെ ആചാര്യഗ്രഹം എന്നറിയപ്പെടുന്ന ഒരു പരമ്പരാഗത 4 കെട്ട്, സരസ്വതി മണ്ഡപം, സ്മൃതി മണ്ഡപം, ആധുനിക രീതിയിലുള്ള ഒരു തിയേറ്റർ സംവിധാനവും ഇവിടെയുണ്ട്. മ്യൂസിയത്തിന്റെ ഇടതുവശത്തായി ഇവിടെ ഒരു മരുന്നുപെട്ടി കാണാം. വിവിധങ്ങളായിട്ടുള്ള മരുന്നുകളുടെയും ഒറ്റമൂലികളുടെയും പേരുകളും അവയുടെയെല്ലാം ബൊട്ടാണിക്കൽ നെയിമും ഇവിടെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആയുർവേദ ചികിത്സയ്ക്കായി പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആയുർവേദ മരുന്നുകളുടെയൊക്കെ ശേഖരമടങ്ങിയ ഔഷധപ്പെട്ടിയാണിത്. ആയുർവേദം ബൊട്ടാണിക്കൽ സ്റ്റുഡൻസിനെല്ലാം ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ അതിന്റെ സയന്റിഫിക് നെയിമും കൂടി പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്നത്. 2005 തറക്കല്ലിട്ട ഈ സ്ഥാപനം 2015 ഡിസംബർ 27 ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. മ്യൂസിയത്തിനുള്ളിൽ ഏകദേശം 1 മണിക്കൂറോളം കാണാനുള്ള കാഴ്ചകളുണ്ട്. പക്ഷേ ഇതിന്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നതല്ല. എന്നാലും അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് വിവരിക്കാം. ഇത് പുറത്തുനിന്ന് നമ്മൾ ഉള്ളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്.
ഇതിനുള്ളിൽ അതിമനോഹരമായി ദൃശ്യമികവോടുകൂടി മിനിയേച്ചർ ആർട്ടിസ്റ്റിക് രീതിയിൽ ആയുർവേദത്തിന്റെ ഉൽപ്പത്തി, ചരിത്രം, പരിണാമ, വൈവിധ്യങ്ങൾ എന്നിവ വിശദമായി ആവിഷ്കരിച്ചിരിക്കുന്നു. മ്യൂസിയത്തിനകത്തോട്ട് പ്രവേശിച്ചാൽ ആദ്യം കാണുക ആയുർവേദത്തിന്റെ ഉൽപ്പത്തിയും ഐതിഹ്യവും പ്രകടമാക്കുന്ന ദൃശ്യാവിഷ്കാരമാണ്. പുരാതന ചികിത്സാ സമ്പ്രദായങ്ങളുടെ കണ്ടെടുക്കപ്പെട്ട ശേഷിപ്പുകളുടെയെല്ലാം മോഡലുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഗുരുകുലകാലം മുതൽക്കുള്ള ആയുർവേദത്തിന്റെ വളർച്ച വിവിധ ഘട്ടങ്ങളായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഭാരത ചികിത്സയുടെ പിതാക്കന്മാരായ ചരകന്റെയും സുശ്രുതന്റെയും കാലഘട്ടങ്ങൾ, ചികിത്സാ സമ്പ്രദായങ്ങൾ, രീതികൾ, അക്കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയും ചികിത്സാ വസ്തുക്കളുടെയും എല്ലാം മോഡലുകൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വാഗ്ഭട മഹർഷിയെക്കുറിച്ചും ആയുർവേദത്തിലെ മൂലഗ്രന്ഥമായ അഷ്ടാംഗഹൃദയത്തെക്കുറിച്ചും കൂടുതലായി ഇവിടെ നിന്നറിയാം. ആയുർവേദ ചികിത്സാ രംഗത്തെ വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളായ കായചികിത്സ, ബാലചികിത്സ, ഗ്രഹചികിത്സ, ഊർധ്വംഗ ചികിത്സ, ശല്യചികിത്സ, ദംഷ്ട്ര ചികിത്സ, ജാരചികിത്സ, വൃഷചികിത്സ എന്നീ ചികിത്സാ സമ്പ്രദായങ്ങളുടെയെല്ലാം ദൃശ്യാവിഷ്കാരം വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ കാണാം. സന്ദർശന സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫ് കൂടെ ഉണ്ടാവും. പണ്ടുകാലങ്ങളിലെ വിഷചികിത്സ, നാഡീ ചികിത്സ, കായകൽപ്പ ചികിത്സ മുതലായവയുടെയെല്ലാം മിനിയേച്ചറുകളും ഇവിടെ കാണാം. പാരമ്പര്യ വാസ്തുശാസ്ത്രപ്രകാരമുള്ള നിർമ്മാണ രീതികളും അതിൻ പ്രകാരമുള്ള ഔഷധങ്ങളുടെ നിർമ്മാണം, സംഭരണം എന്നിവയുടെയെല്ലാം മിനിയേച്ചർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആയുർവേദത്തിന്റെ 8 ശാഖകളിലും അഗാധ പാണ്ഡിത്യവും ചികിത്സാ സമ്പ്രദായങ്ങളിൽ പ്രാഗൽഭ്യവും തെളിയിച്ചിട്ടുള്ള ഒരാളെയാണ് അഷ്ടവൈദ്യൻ എന്ന് പറയുന്നത്. ആരോഗ്യരംഗത്ത് താൽക്കാട്ടുമുസ് കുടുംബത്തിന്റെ ചരിത്രവും സംഭാവനകളും എല്ലാം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മ്യൂസിയത്തിന്റെ മുകളിലത്തെ നിരയിലും വിപുലമായ കാഴ്ചകളുണ്ട്. ഇവിടെ ഒരു 3D ഗാലറി ഉണ്ട്. കാഴ്ചകളെല്ലാം 3D രൂപത്തിൽ കാണാൻ സാധിക്കും. അതിനായി ഗ്ലാസുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പഞ്ചകർമ്മ, പൂർവകർമ്മ മുതലായ ചികിത്സകളും അതിന്റെ വിവിധ ഘട്ടങ്ങളും, വിവിധ കാലഘട്ടങ്ങളിലെ ഔഷധ നിർമ്മാണം, അഷ്ടവൈദ്യന്മാർ ഉപയോഗിച്ച സ്ക്രിപ്റ്റുകളുടെയും ഗ്രന്ഥങ്ങളുടെയും വലിയൊരു ശേഖരം, മൾട്ടിമീഡിയ, ടച്ച് സ്ക്രീൻ ലൈബ്രറി എന്നിവ ഇവിടെയുണ്ട്. ഇതിനു പുറമെ 300-ലധികം അസംസ്കൃത ഔഷധ സസ്യങ്ങളുടെ വലിയൊരു ശേഖരവും ഇതിനകത്ത് കാണാം. മ്യൂസിയത്തിന്റെ പുറംഭാഗത്ത് ഒരു ഉദ്യാനം പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ, ദശപുഷ്പങ്ങൾ മുതലായവ നട്ടുവളർത്തിയിട്ടുണ്ട്. അതിനു പുറമെ ജന്മനക്ഷത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വൃക്ഷങ്ങളും ചെടികളുമെല്ലാം ഇവിടെ കാണാം. പഴയകാലത്തെ കൊട്ടാരങ്ങളുടെയൊക്കെ മാതൃകയിലാണ് ഈ ഒരു മ്യൂസിയം നിൽക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ രീതികൾ. ഈ മ്യൂസിയം കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലായി ചിത്ര ആലേഖനങ്ങളും ചുമർ ചിത്രങ്ങളും കാണാം. മ്യൂസിയത്തിന്റെ 1-ാം നിലയിലെ കാഴ്ചകൾ കണ്ട് ഇറങ്ങി വരുന്ന ഭാഗമാണിത്. ഇവിടെ ഒറ്റത്തടിയിൽ തീർത്ത വലിയൊരു മഹാദേവ ശില്പമുണ്ട്. ഈ കാണുന്നതാണ് സ്മൃതി മണ്ഡപം. വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ മണ്ഡപത്തിൽ ഇതിന്റെ ഫൗണ്ടർ നീലകണ്ഠൻ മൂസ്, അവരുടെ മകൻ നാരായണൻ മൂസ്, ദേവികി അന്തർജനം എന്നിവരുടെ പ്രതിമകൾ കാണാം. ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്, അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. വർക്കിംഗ് ഡേ കാരണം ആളുകൾ കുറവാണ്. ഇനിയിപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത ആചാര്യഗൃഹത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് ഗൈഡായിട്ട് കൂടെയുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് പോകുന്നത്.
ഇതാ ഈ കാണുന്നതാണ് ആചാര്യഗൃഹം എന്നറിയപ്പെടുന്നത്. മുന്നിലായി ഒരു തുളസിത്തറയെല്ലാം കാണാം. പരമ്പരാഗതമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു നടുമുറ്റും നാലുകെട്ടും ചേർന്ന ഒരു വീടാണിത്. ഇതിനകത്തും ക്യാമറ അനുവദിക്കുന്നതല്ല. കുറേയേറെ കാഴ്ചകളുണ്ട് ഇതിനുള്ളിൽ കാണാൻ. പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്തെ ഓഫീസ് സെറ്റപ്പ്, അവിടുത്തെ ഓഫീസ് എക്യുപ്മെൻറ്റ്സ്, ടൈപ്പ് റൈറ്ററുകൾ, പിന്നെ ഇവിടുത്തെ ഫൗണ്ടറി യൂസ് ചെയ്തിരുന്ന ഹൗസ് ഹോൾഡ് ഐറ്റംസ്, കിട്ടിയിട്ടുള്ള പാരിതോഷികങ്ങൾ, അവാർഡുകൾ, പിന്നെ ഇതിനകത്തൊരു കിച്ചൺ ഉണ്ട്. ഇവർ കൊമേഴ്സ്യലായിട്ട് ആദ്യം ഉണ്ടാക്കിയ ഔഷധം വില്ലാതിരി ഗുളികയാണ്. അപ്പോൾ അതുണ്ടാക്കിയ കിച്ചൺ, അരകല്ലുകൾ, പണ്ടത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള യന്ത്രങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ. അതിന് പുറമെ ഇവരുടെ ഫാമിലി ചരിത്രം, അതിൻ്റെ ഫോട്ടോസൊക്കെ ഇതിനുള്ളിൽ കാണാം. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഒരു ബുക്കിൽ നമുക്ക് ഫീഡ്ബാക്കുകൾ അറിയിക്കാം. അതുപോലെ തന്നെ ഇവിടെ QR കോഡ് സ്കാൻ ചെയ്ത് സോഷ്യൽ മീഡിയയിലും നമുക്ക് റിവ്യൂ രേഖപ്പെടുത്താം. പിന്നെ അത് ആചാര്യഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുവശത്തായിട്ട് മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ച ഒരു കിണർ കാണാം. ചതുരത്തിലുള്ള ആകൃതിയോട് കൂടിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ഒരു ശൈലിയിലാണ്. അതുപോലെ തന്നെ പണ്ടത്തെ ഈ കുളക്കടവിൻ്റെയൊക്കെ മാതൃകയിലാണ് ഇതിൻ്റെ. സൂക്ഷിച്ചു നോക്കിയാൽ സ്റ്റെപ്പിൻ്റെ ആകൃതിയിലെല്ലാം അതിൻ്റെ ഒരു നിർമ്മാണ രീതി കാണാം. ഇവിടെ ആചാര്യഗൃഹത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നേരെ കാണുന്ന ആ ചുവപ്പ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ബിൽഡിങ് ഇവിടെ മ്യൂസിയം ഓഫീസാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റിംഗ് സെക്ഷനും ഇത് മാനേജറെല്ലാം ഇതിനകത്താണ്. പിന്നെ ഇതിൻ്റെ ഇടതുവശത്തായിട്ട് ഇങ്ങനെ കുറേ കല്ലുകളും ഇരിപ്പിടങ്ങൾ പോലെയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. ഇതിനടുത്തായിട്ട് ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ്റെ ഒരു പ്രതിമയുണ്ട്. വളരെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇതിനകത്ത്. പുറത്ത് മെയിൻ റോഡാണ്, എന്നിരുന്നാലും ഇതിൻ്റെ അകത്ത് നല്ല ഒരു ശാന്തത നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. പിന്നെ ഈ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ഈ ഒരു ലോണിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ലൈറ്റുകളുടെ അറേഞ്ച്മെൻറ്റുകൾ കാണാം. ഒരു പക്ഷേ വൈകുന്നേരം ആയിരിക്കാം കൂടുതൽ ആ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കാണാൻ ഭംഗിയുണ്ടാവുന്നത്. ഇതിൻ്റെ മുന്നിലായിട്ട് കാണുന്നത് സരസ്വതി മണ്ഡപം എന്നറിയപ്പെടുന്ന ഒരു ഓപ്പൺ സ്റ്റേജ് ആണ്. കൾച്ചറൽ പ്രോഗ്രാമുകൾ, വിവിധ തരത്തിലുള്ള ഓപ്പൺ സ്റ്റേജ് ചർച്ചകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതാണ് തിയേറ്റർ ഹാൾ. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ വിഷ്വൽ തിയേറ്ററാണ്. 40 പേർക്ക് ഇരിക്കാവുന്നതാണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി. സ്റ്റുഡൻസ്, സ്കൂൾ വിദ്യാർത്ഥികൾ, ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾക്കെല്ലാം ആയുർവേദത്തെ സംബന്ധിച്ചിട്ടുള്ള വളരെ വാല്യുവബിൾ ആയിട്ടുള്ള മൾട്ടിമീഡിയ ക്ലാസ്സുകളൊക്കെയാണ് ഇവിടെ നൽകി വരുന്നത്. വേണ്ടിയിട്ട് ഓരോ ഇതിങ്ങനെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളെ അതിൽ ഇത് വൈദിക പഠനം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതാണ്. ഇപ്പോൾ പിന്നെ ബസവണം പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ശുദ്ധ പോകേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ 18 തളികളായി തിരിക്കുന്നു. ഈ ഓരോ തളികൾക്കും ഓരോ വൈദ്യന്മാരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു വില്ലേജ് ഗ്രാമമാണ് ശരിക്കും പെരുവൻ ഗ്രാമം. ആ പെരുവൻ ഗ്രാമത്തിലെ വൈദ്യന്മാരാണ് നമ്മുടെ ഇത്. തേക്കാട് മുമ്പിൽ പറഞ്ഞതെന്ന് വെച്ചാൽ മരണത്തേക്കാടെന്നാണ്. മരണത്തേക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗീനെ കണ്ടു കഴിഞ്ഞാൽ, രോഗലക്ഷണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ രോഗിയുടെ മരണം പോലും പ്രവചിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇത് ഓൾറെഡി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ചാപ്റ്റർ ഉണ്ട്, അരിഷ്ടലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ, അതായത് മൃത്യുലക്ഷണങ്ങൾ. സ്ഥാപനത്തിൻ്റെ മാനേജർ അനിൽ സാറുമായിട്ടാണ് സംസാരിച്ചത്. വളരെയധികം കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി തന്നു. അപ്പോൾ ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. ഇനിയിപ്പോൾ അവിടെ നിന്നും പുറത്തിറങ്ങി കുറച്ചധികം സമയം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ മുതിർന്നവരായിക്കൊള്ളട്ടെ, കുട്ടികളായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇവിടെ നിന്ന് കിട്ടുന്ന അറിവ് നല്ലൊരു മുതൽക്കൂട്ടാണ്. എന്നെ സംബന്ധിച്ച് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് ഞാനിത് എപ്പോഴാണ് അറിഞ്ഞത്. ഭാരതീയ ആയുർവേദത്തിനെ പറ്റിയും കേരളത്തിലെ ആയുർവേദത്തിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ പങ്ക്, ഔഷധങ്ങൾ,
അതിൻ്റെ നിർമ്മാണം, ഇതിനെപ്പറ്റിയെല്ലാം വളരെ വിലപ്പെട്ട അറിവുകൾ ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ തൃശ്ശൂർ വരുന്നവരും ഈ വഴിയെല്ലാം പോകുന്നവരും ഉണ്ടെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് സന്ദർശിക്കുക. ഒരുപാട് അറിവുകൾ ഇവിടെ നിന്ന് നേടാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.